എന്താളെ ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഒപ്പം പെണ്ണാണാൻ പോയത് കേട്ടോ. അപ്പോൾ ആ കുട്ടി വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് വരെ പഠിച്ചു എന്നുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞു +2 വരെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ലാസ്റ്റ് എന്താ വെച്ചാൽ അവർ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു, +2 വിദ്യാഭ്യാസം പോരാന്ന്. അത് പറഞ്ഞതെന്താ വെച്ചാൽ 27 വയസ്സായിട്ടുള്ളവന് 27 വയസ്സായപ്പോൾ ഇതിന് 3 പെങ്ങന്മാരെ പഠിപ്പിച്ച് മൂന്നാമത്തെ പെങ്ങളെ കൂടെ അവൻ്റെ കല്യാണം നടത്താണ്. കെട്ടിച്ച് വിട്ട് ഒരു നിലയിൽ എത്തിച്ച ഓന് പഠിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടോ പഠിക്കാൻ കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, ജീവിത സാഹചര്യം അവനെ നിർത്തിച്ചതാണ് പഠനം എന്ന് പറഞ്ഞത്. ആ ഓനോട് അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ചോദിച്ചപ്പോൾ. ഓൽക്ക് സ്വാഭാവികമായിട്ടും ഓലേക്ക് പഠിച്ച ആൾക്കാർ വേണ്ടി വരും, പക്ഷെ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇങ്ങനെ നോക്കുന്ന ചില പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ആണുങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്കൊന്നും പഠിക്കാൻ കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, സാഹചര്യം അവരെ സമ്മതിക്കാഞ്ഞിട്ടാണ്. ഒരു 18-19 വയസ്സാകുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ബാധ്യതകൾ ഒന്നായിട്ട് തലേൻ്റെ മേത്തേക്ക് വന്നു വരുമ്പോൾ അവനാൻ്റെ പഠനം എന്തൊക്കെ അവിടെ നിർത്തേണ്ടി വരികയാണ്. ഒരു പക്ഷേ അന്ന് ഓല് പണിക്ക് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഒരുപാട് പെണ്ണുങ്ങൾ ഇന്ന് പഠനം ഭൗതികം മുടങ്ങി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കണമെന്നൊന്നും പ്രശ്നമില്ല, പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയണേ. ഒരുവിധം പെണ്ണുങ്ങളൊക്കെ പഠിക്കുന്നത് നിങ്ങളെ വാപ്പാരെയും ആങ്ങളാരൊക്കെ കായ്മലാണ്. അല്ല പൊന്നു പെങ്ങന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഓല് എത്ര വരെ പഠിച്ചു എന്നല്ല, നിങ്ങളെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരുമോയെന്ന് ചോദിക്കുക. പഠിച്ചുകൊണ്ടിരിക്കുന്ന അത് മുഴുവനാക്കാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി തരാൻ പറ്റുന്ന ആൾക്കാരൊന്ന് ചോദിക്കുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പിന്നെ മാത്രം ഹൈ റേഞ്ച് ടീമൊന്നുമില്ല, നോർമൽ ടീമുകളാണ് ഇമാർ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ പോലും ഡോക്ടറെ വേണം, അല്ലെ മറ്റേ അത്യാവശ്യം സെറ്റപ്പുള്ള ആൾക്കാരങ്ങനെ ഇവർക്ക് അങ്ങനെയൊക്കെ വേണം. ആ കാഴ്ചപ്പാടല്ലേ ഞാൻ നോർമൽ സാധാരണക്കാർ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഒന്നും ഉണ്ടായിട്ടില്ല. ആണുങ്ങൾ പെരയിൽ പോയിട്ട് പണിയെടുത്ത് നയിച്ച കായതുകൊണ്ടാണ് 99.9% കുട്ടികളും ഇന്ന് പഠിച്ചൊരു നിലയിൽ എത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ശരി.